ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു റൂം ക്ലീനിങ് ഒരു വ്ളോഗ് ഇടണമെന്ന് ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്, എൻ്റെ ഒരു റൂം ഡീപ്പ് ക്ലീനിങ് വ്ളോഗാട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ ആട്ടോ ഈ വീഡിയോ. ക്ലീനിങ് ഉണ്ട്, അതുകൂടെ ഡേ ഇൻ മൈ ലൈഫ് കൂടെ ചേർത്തൊത്ത് ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, രാവിലെ എല്ലാവരും എണീറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ എണീറ്റപ്പം തുടക്കം തന്നെ പല്ല് തേച്ചിട്ട് ആവാന്ന് വെച്ചു. അതാണല്ലോ എല്ലാവരുടെയും തുടക്കം. അങ്ങനത്തെ ആദ്യം തന്നെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നിന്നപ്പോൾ പിന്നെ വിചാരണൊക്കെ പോവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലിക്ക്. പിന്നെ അവിടെ എല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് നടക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടപ്പായിരുന്നു. പിന്നെ ഇവരൊക്കെ ചായ കൂടിയായിട്ട് ഇന്ന് സൺഡേയിലത്തെ വ്ളോഗാട്ടോ. അപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ്, ഇടാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ചെന്നത്. ഇന്ന് രാവിലെ ആയതുകൊണ്ട് ഇവിടെ രാവിലെ കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. സൺഡേസിൽ രാവിലെ കുക്കിംഗ് ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും പോയിറങ്ങിയപ്പോൾ പൊന്നു ചെരുപ്പൂട്ടുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അവൾക്കിപ്പോൾ തന്നെ പോകണം. അങ്ങനെ വിശാനുമായിട്ട് പുറത്ത് വിശാനം പിന്നെ സഹിയായിട്ട് കൊണ്ടുപോകാന്ന് ഞാൻ വെച്ചിട്ട്, ഇല്ലെങ്കിൽ പിന്നെ കരച്ചിലാവും. അതുകൊണ്ട് പിന്നെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വിശാൻ്റെ അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ അവരെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതിനെ അച്ഛൻ്റെ കടയിൽ കൊണ്ടാക്കിയതിന് ശേഷം വിചേട്ടയും പൊന്നൂനും ഇനി വീട്ടിൽ കൊണ്ടാക്കിയാൽ മാത്രമേ വിചാന് കടയിലോട്ട് പോകാൻ പറ്റൂ കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഏട്ടൻ കാപ്പി കുടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാപ്പിക്ക് വേണ്ടി മുട്ടക്കറി വെക്കണം. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി എനിക്ക് തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പവും മുട്ടക്കറി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ചു കേട്ടോ. അപ്പോൾ മുട്ട അമ്മ അല്ലാതെ വേറെ അടുപ്പിൽ വെക്കാമെന്ന് വെച്ച് മുട്ട അങ്ങോട്ട് എടുത്തു. പിന്നെ അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് സവാളയൊക്കെ എടുത്ത് അരിഞ്ഞിട്ട് പെട്ടെന്ന് വെച്ച് കേട്ടോ. കാരണം പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയിരിക്കാം. അങ്ങനെ രാവിലെ മുട്ടക്കറി ആയതുകൊണ്ട് ഏട്ടൻ കഴിക്കാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ. കാരണം പൊന്നൂനെയും കൊണ്ട് ഏട്ടൻ ഇപ്പോൾ വരും. അതിനു മുമ്പായിട്ട് ഇതൊന്ന് പെട്ടെന്ന് വെച്ച് സ്പീഡായിട്ടാട്ടോ കാണിക്കുന്നത് ഫുള്ള്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ വീഴ്ത്തി ഞാൻ കടുവൊക്കെ വറുത്ത് നമ്മുടെ കറിവേപ്പിലയും ഇട്ട് സവാളയൊക്കെ ഒന്ന് വഴട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തില്ല. പിന്നെ മുട്ടക്കറിയും അപ്പവും കൂടെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കാര്യത്തിലോട്ട് തന്നെ വരാം. ഇനിയാണ് നമ്മുടെ കാര്യം. നമ്മുടെ റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ. എന്തായാലും ഞാൻ ഇത് ക്ലീൻ ചെയ്യണമെന്ന് തന്നെ വെച്ചിരുന്നു കേട്ടോ. വീഡിയോ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണമെന്നായിരുന്നു. പിന്നെ എൻ്റെ മുറി മാത്രം ക്ലീൻ ചെയ്യാനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാട്ടോ. പിന്നെ എൻ്റെ മുറി ക്ലീൻ ചെയ്യുന്ന കുറേ ദിവസം കൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ കർക്കിടക മാസം ഒക്കെ തുടങ്ങുകയാണല്ലോ, ചിങ്ങൊന്നൊക്കെ തുടങ്ങണം, നമുക്ക് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. നേരത്തെ ക്ലീൻ ചെയ്ത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പകുതി പണി കഴിയുമല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ എൻ്റെ മുറിയിൽ ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അതിൻ്റെ ഇടയിൽ പൊന്നു തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു എന്ന് പറയുമ്പോൾ തുള്ളിക്കളിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ കർട്ടൻസൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് ഇനി മുകളിൽ ഞങ്ങളുടെ അലമാരയുടെ മുകളിൽ 2-3 പെട്ടികൾ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് തുണികളുണ്ട്, അല്ലാതെ വേറെ പെട്ടികളാട്ടോ. അതിനൊക്കെ ഒന്ന് കുടഞ്ഞെടുത്തിട്ടോ. കാരണം വല പിടിച്ചിരിക്കുന്ന എല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ടു. എന്നിട്ട് നമ്മുടെ മെത്തയെ ഒന്ന് വെയിലത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. പൊന്നു കിടക്കണമുണ്ട്. ആ മെത്തയൊന്ന് വെയിലത്ത് കൊണ്ട് ഉണക്കാൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചൂലെടുക്കാനാട്ടോ പറയണത്. തുറപ്പെടുത്തോണ്ട് ഞാൻ ഒറ്റയ്ക്കാട്ടോ മുറിയൊക്കെ വൃത്തിയാക്കണത്. ഇന്ന് സഹായത്തിനാരുമില്ല. അതുകൊണ്ട് തന്നെ ഏട്ടനൊക്കെ പണിക്ക് പോയി കേട്ടോ. ഇപ്പം കട്ടിലൊക്കെ എടുക്കുന്നത് നല്ല അപാര പണിയാണ്. ഇതിനൊക്കെ എന്താ വെയിറ്റ് എൻ്റെ അമ്മയെ സത്യം. ഇപ്പോഴാണ് ഒറ്റയ്ക്കാണ് ഈ കട്ടിലൊക്കെ എടുക്കുന്നത്. ഇന്ന് ഫുള്ള് ഞാൻ ഈ കട്ടിൽ കൊണ്ട് നടക്കേണ്ടി വരും. കാരണം അത്രയും നല്ല പാടായിരുന്നു കേട്ടോ ഈ കട്ടിൽ. അപ്പോൾ കട്ടിലിൻ്റെ അടിയിലായിട്ട് ഒരുപാട് ഈ വലയൊക്കെ കെട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പൊടിയും ഉണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ടു. ഈ പൊന്നൂൻ്റെ അടുത്ത് ഈ പൊടിക്കകത്ത് വരലെന്ന് പറഞ്ഞാൽ അവൾ ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങും കേട്ടോ. അപ്പോൾ ആരൊന്നും വിചാരിക്കരുത്. അങ്ങനെ എൻ്റെ പുറകെ നടക്കുന്ന ഒരു ടൈപ്പാണ് അവൾ. അങ്ങനെ മെത്തയൊക്കെ ഞാൻ കൊണ്ട് പുറത്ത് വെയിലത്തങ്ങ് ഇട്ടു കേട്ടോ. പിന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക് ഈ അലമാര. കണ്ടാൽ വെയിറ്റ് ഇല്ലെന്ന് തോന്നുമെങ്കിൽ ഇതിനൊക്കെ നല്ല വെയിറ്റ്. അതിൻ്റെ അകത്ത് തുണിയും ഉണ്ട്. പിന്നെ എനിക്ക് തുണിയൊക്കെ വാരി വെച്ചിട്ട് പിന്നെ ഇത് നല്ല ഇരട്ടിപ്പാടാണ്. അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടാണ് ഈ അലമാര അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതിൻ്റെ അടിയിലായിട്ട് കുറേ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അലമാരയുടെ ബാക്കൊന്നും നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി
അലമാരയുടെ ബാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പോയി ഒരു സ്റ്റാൻഡ് എടുത്തു കേട്ടോ. നമ്മളൊരു ഫാന് തുറക്കാൻ എനിക്ക് പൊക്കക്കുറവുള്ളത് കൊണ്ട് തന്നെയും ഈ ഫാനൊന്നും തുറയ്ക്കാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ കട്ടിൻ്റെ മുകളിലേക്ക് അറിയിക്കാം. ഞാൻ കട്ടിലെടുത്തുകൊണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്ന് മുകളിൽ ആ വലയൊക്കെ ഒന്ന് ഫാനിൻ്റെ വലയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ അലമാരയുടെ മുകളിലും വല കെട്ടിയിരിക്കുന്നത് ഈ ഒരു പെട്ടിയൊക്കെ വെച്ചിരിക്കണോണ്ട് പൊടി കെട്ടിയോണ്ട് പിന്നെ അതൊക്കെ ഒന്ന് വെച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. ഞാൻ ചത്തെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പിന്നെ ഞാൻ വെള്ളം കുടിച്ചൊന്ന് ആശ്വസിച്ച്. അപ്പോൾ ഫുള്ളിന്ന് വെള്ളം കൂടി തന്നെയായിരുന്നു. പിന്നെ ഇത് അലമാരയൊക്കെ വലിച്ചു നീക്കണത് നല്ല കഷ്ടപ്പാടാട്ടോ ഗൈസ്, നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ അപ്പം ഇങ്ങോട്ട് തിരിച്ച് ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവം, നമ്മളെ മുറിയിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ കിടക്കണ ഒരു കട്ടിലായാലും ഒരു അലമാരയായാലും ഞാൻ എന്ത് ചെയ്യും, ഒരു 2 മാസമോ 1 മാസമൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഞാൻ മാറ്റിയും തിരിച്ചൊക്കെ ഇടും കേട്ടോ. അതെൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ്. എനിക്കല്ലാതെ ഒരേ എടുത്ത് ഒരു സാധനം കിടക്കണത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ മാറ്റിയും തിരിച്ചൊക്കെ ഇടും ഗൈസ്. അങ്ങനെ ഈ കട്ടിൽ മാറ്റണമായിരുന്നു ഏറ്റവും ടാസ്ക്. പിന്നെ അങ്ങോട്ട് തിരിച്ചൊക്കെ അവിടെ എല്ലായിടവും നല്ലപോലെ ക്ലീൻ ചെയ്ത് തൂത്തുവാരി ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് ഈ കട്ടിൽ ഏത് പൊസിഷനിൽ വേണം ഉണ്ടാവല്ലോ. അങ്ങനെ നല്ല ടാസ്ക് പിടിച്ച പണിയായിരുന്നു. അത് കഴിഞ്ഞ് നല്ല പോലെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അങ്ങനെ തൂത്തൊക്കെ വാരിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന ഈ കട്ടിലിന് ഇവിടെ ഈ ഒരു സൈഡ് ഇടാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അപ്പുറത്ത് ചെന്നിട്ട് നേരെയാക്കണം, പിന്നെ ഇപ്പുറത്ത് വന്ന് നേരെയാക്കണം. അങ്ങനെ ഞാൻ ഓടിക്കളി. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഈ അലമാര സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ആലോചിച്ചത്. ഞാനിങ്ങനെ കട്ടിലിട്ട ഞാൻ അതാട്ടോ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കട്ടിൽ ഒരു സൈഡിലിട്ട ഈ ഫാനിൻ്റെ കാറ്റ് കൊള്ളൂല. അപ്പോൾ പൊന്നു കിടക്കണോണ്ട് തന്നെ അത് നല്ല ചൂടെടുക്കും, അപ്പോൾ കാറ്റ് കൊള്ളു. പിന്നെ ഞാൻ വീണ്ടും ഒന്നേന്ന് ഈ കട്ടിലിനെ വീണ്ടും മറിച്ചിട്ടു കേട്ടോ. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഈ ഒരു ജനൽ ഭാഗത്തോട്ട് ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ കാറ്റ് കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ അപ്പുറത്ത് പോകുന്നു, വീണ്ടും അലമാര തിരിക്കുന്നു, വീണ്ടും ഞാൻ കട്ടിലിനെ കൊണ്ട് തിരിച്ചിടണം. ഇത് തന്നെയായിരുന്നു ഒരു 3-4 മണിക്കൂർ. ഞാൻ ഒരു 10 മണിക്ക് ഒരു 9:30-10 മണിക്ക് ഞാൻ കയറിയതാണ് ഒതുക്കാൻ വേണ്ടിയിട്ട്. 2:30 ആയപ്പോഴാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഇത് തീർന്നായിട്ട് ഈ ഒതുക്കലും പറക്കലും. അങ്ങനെ ആ കട്ടിലൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പൊന്നു കയറിയതാണ് ഞാൻ കിടന്നിങ്ങനെ മാറുന്ന് പറയണത്. പിന്നെ അത് അലമാരയും എങ്ങനെയൊക്കെ വലിച്ചു പിടിച്ച് അതിൻ്റെ ഇടയിലുള്ള തൂത്തുവാരി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് സെറ്റ് ചെയ്ത് അങ്ങ് വച്ചു. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ സത്യം പറഞ്ഞാൽ നല്ല തളർന്നു കേട്ടോ. ഞാൻ നല്ല തളർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്യാമറയുടെ ഇടയിലൊരു മുഖം ആരാത് പൊന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ഞാൻ തളർന്ന് കിറങ്ങി കേട്ടോ നിന്നത്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ദേഹം വേദനയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനത് അറിയുന്നില്ല. ആ സമയത്തൊന്നും ഒന്നുമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്നൊന്ന് വൃത്തിയാക്കണം എന്നായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് ഉള്ള ബുക്സ് ഒരു 3 വർഷത്തെ ബുക്ക് ഇവിടെ നിരത്തി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അടുക്കി വെച്ച് അതിൻ്റെ ഇടയിൽ പൊന്നു ക്യാമറയിൽ പിടിച്ചിട്ടാണ് ക്യാമറ ഒന്ന് മുകളിലോട്ട് പൊങ്ങിപ്പോയി. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ബുക്കൊക്കെ ഒന്ന് അരിച്ച് പറക്കി നോക്കുകയാണ്. ഏതെങ്കിലും ബുക്ക് വേസ്റ്റ് ആയത് ഏതൊക്കെ, അല്ലാതെ പേജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട്. പിന്നെ ഇതൊരു വലയാട്ടോ. ഇത് പൊന്നൂന് ഞാൻ പ്രസവിച്ച സമയത്ത് വാങ്ങിച്ചൊരു വലയാണ് കൊതുകൊക്കെ അടിക്കുകയാണെങ്കിൽ. ഇപ്പം അവളതിൽ കൂടാരം പോലെ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് പണ്ട് കൂടാരം എന്ന് പറയുമ്പോൾ ഒരു കുടയെടുത്ത് വയ്ക്കുക, അതിൻ്റെ പുറത്തൊരു ഷോൾ ഇടുക, അതായിരുന്നു കൂടാരം. ഇപ്പം ഇവക്ക് ഇതാട്ടോ. അങ്ങനെ അവളെ കുഞ്ഞിലത്തെ സാധനങ്ങളെല്ലാം അവൾ ഒരു പാവയൊക്കെ ഇട്ട് കളിച്ചിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ബുക്കൊക്കെ എല്ലാം കൂടെ വാരി ഒന്ന് വെച്ചോട്ടെ. പിന്നെ ഞാൻ റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴ് തന്നെ എൻ്റെ പാതി ജീവൻ പോയി ഗൈസ്. ഫുൾ തളർന്നു കേട്ടോ. പിന്നെ അപ്പോഴപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് ചെന്ന് വെള്ളം കുടിയായിരുന്നു എനിക്ക് ജോലി. പിന്നെ ഈ ഒരു ഇതൊക്കെ ഒന്ന് നമ്മുടെ ഈ പെട്ടിയൊക്കെ ഒന്ന് എടുത്തകത്ത് വെച്ച് പിന്നെ തൂത്ത് എല്ലാം നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വീണ്ടും വാരി വെച്ച് അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട്. ഈ പൊന്നും ഉണ്ടെങ്കിൽ പകുതി പണി അവൾ തരും, പിന്നെ ബാക്കി പണി ചെയ്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ
ഇതായിരുന്നു ഫൈനൽ. ഞാൻ ഈ ഒരു വലയും കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ. അല്ലാതെ ഭയങ്കര കരച്ചിൽ കൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇതാട്ടോ ഫൈനൽ. സത്യം പറഞ്ഞ് തളർന്ന് ഭണ്ടാരം അടങ്ങിയെന്ന് തന്നെ പറയാം. വൈകിട്ട് ഇന്ന് കല്യാണം ഉണ്ട് കേട്ടോ. ഒരു വൈകിട്ട് ഇന്ന് റിസപ്ഷൻ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോകണം. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് വൈകിട്ടൊരു റിസപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പിന്നെ വിചാരണയൊക്കെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മോട്ടർ ഇതുവരെ ശരിയാക്കി കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയെടുക്കും. ഒരു എക്സസൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കോരി, പിന്നെ പകുതി ഏട്ടൻ കോരി, പിന്നെ കുളിക്കാൻ ആളുകളുണ്ട്, അമ്മയ്ക്ക് കുളിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കള്ളിക്കാട് ദീപയിൽ വെച്ചായിരുന്നു കേട്ടോ കല്യാണം. കല്യാണം പെണ്ണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വീടിൻ്റെ അപ്പുറത്ത് തൊട്ടടുത്തായിട്ടൊരു മാമിയുണ്ട്. അപ്പോൾ ആ മാമിയുടെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ കള്ളിക്കാട് ദീപയിലാണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഇതായിരുന്നു ആ പെണ്ണിൻ്റെ അമ്മ, ഇതാണ് കേട്ടോ റീനാമി. അപ്പോൾ നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അടിപൊളി കല്യാണമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ പാട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിച്ച് മാറി കേട്ടോ. കാരണം ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവിടെ മീനുണ്ട് കേട്ടോ. പൊന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ വെള്ളത്തിൽ മീനുണ്ട്, അത് നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഉണ്ണിച്ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. ഇവർ രണ്ടുപേരും റയറായിട്ടാണ് കല്യാണത്തിന് ലഭിച്ചാണ്. അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ റയറായിട്ടാണ് ഇങ്ങനെ കല്യാണങ്ങൾക്ക് പറഞ്ഞിട്ട്. പിന്നെ ഇത് തൊട്ടടുത്ത വീടാണ്. നമ്മൾ കല്യാണത്തിന് വന്നിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ലൈക്ക് അടിക്കുക.